നമുക്കൊരു സൂപ്പർ മീൻകറി തയ്യാറാക്കിയാലോ? ചൂടായി വന്ന എണ്ണയിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിലേക്ക് നമുക്കിതാ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 5-6 കാന്താരി മുളക്, കരിവേപ്പില നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം എണ്ണയിൽ കിടന്നൊന്ന് നല്ലോണം വാടി വരട്ടെ. വാടി വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഞാനൊരു 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് എണ്ണയൊന്ന് തെളിഞ്ഞ് വരട്ടെ കേട്ടോ. തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നല്ല ചൂടുവെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് കുറുകി വരട്ടെ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പും ഇട്ട് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒരു 2 കുടംപുളി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് പുളി വേണ്ടത് മീനിന് അതിനനുസരിച്ച് ചേർക്കുക. എനിക്ക് ഈ മീൻകറിക്ക് ഈ പുളി ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീനും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വന്ന ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. നല്ല കുറുക്കിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്സ്.